പിന്നെ നമ്മൾ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിറങ്ങുമ്പോ തുണിയോ പണമോ ഒന്നും എടുക്കാൻ പാടില്ല. അതായത് അവിടെ ചെല്ലുമ്പോ അവൻ ചോദിക്കും, അപ്പൊ പറയണം നേരത്തെ ആ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. ഈ ഒളിച്ചോട്ടം വിജയിക്കുകയാണെങ്കിൽ സമയം പോലെ നമുക്ക് വീട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോവാം. ഇത് നേരത്തെ കൊണ്ടുചെന്നാൽ തന്നെ കുഴപ്പമെന്നറിയാമോ? ഇതൊക്കെ ഇവന്മാര് മേടിച്ചിട്ട് നമ്മളെ തേച്ചൊട്ടിക്കും. എനിക്ക് എന്നാലും ഒരു വലിയ സന്തോഷമുണ്ട്. എന്നാ ഇത്ര എനിക്കൊന്ന് ഈ ലോകത്ത് കൊച്ചുമക്കളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു അപ്പൂപ്പൻ എന്റെ തറവാട്ടിലേ കാണും. എന്തിനാ ഈ പ്രായത്തിലും അപ്പൂപ്പന പ്രണയത്തിന്റെ വേദന അറിയുന്നത് കൊണ്ട്. അതെന്തൊരു വേദനയാന്ന്? പ്രണയിക്കുന്ന മനസ്സുകൾ എപ്പോഴായാലും ഒന്നിക്കണം. ഇവരെ ഒന്നിക്കാതിരിക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എനിക്കും എന്റെ ശാന്തയ്ക്കും ഈ ഗതി വന്നത്. ശാന്തയോ? അതാരാ? അത് വിട. അത് വിടേ. പിന്നെ അതാണ് നമ്മൾ പറയണത്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. പിന്നെ നിന്റെ ഈ കുക്കുപ്പി ഉണ്ടല്ലോ, കുക്കുപ്പിയോ? കുഴിനകം കുട്ടം പിള്ള, അവിടെ ഷോട്ട്. എന്തിനാ എന്റെ അച്ഛനെ ഇങ്ങനെ ഇരട്ട പേര് വിളിക്കുന്ന? നാട്ടുകാരോ വിളിക്കുന്ന? അപ്പൂപ്പനെ വിളിക്കായിരുന്നൂടായോ? വിളിക്കാതിരിക്കാൻ പാടില്ലെന്നോ? നീ അവന്റെ കാല് രണ്ടിലും നോക്കി കുഴിനകം പഴുത്തിട്ട് സീറോ ബൾബ് തെളിഞ്ഞു നിൽക്കണ മാതിരി ആയിരിക്കണേ. വരുന്നുണ്ട്. മോനെ, എടാ ഇത് നിനക്ക് രണ്ടും കൂടെ ബുദ്ധിമുട്ടല്ലേ? എന്താ ഈ നടക്കലും ഈ സൗണ്ട് ഉണ്ടാക്കലും? അതെ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോ നടന്നു, അച്ഛൻ സ്പോട്ടപ്പ് ചെയ്യാം. അച്ഛാ വിളിക്കണ്ട, എനിക്ക് വേറെ എന്തോ വേണ്ട. ശരിയാടാ, എനിക്ക് മേലാകപ്പൂ. അച്ഛാ ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഈ വിരലിന്റെ തുമ്പത്ത് ഈ നാരങ്ങ എന്തോത്തിന് ഇങ്ങനെ കുത്തി വെച്ചേക്കുവാ? അയ്യോ, ഇത് രണ്ടും എന്റെ പുതിയ വിരൽ. നാളെ ഷോറൂമിൽ നടക്കാൻ വേണ്ടി അടി നാരങ്ങ വെച്ചേക്കുന്നത്. നിനക്ക് എന്തൊക്കെ അറിയണം? എന്റെ കാലിൽ കുളി പോകുന്ന നിനക്ക് അറിഞ്ഞൂടി? വെറുതെ ആണ് ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കിയ ഈ വീട്ടിലൊരൊറ്റ നാരങ്ങയില്ല. നീ അതി പിടിച്ച് കയറിക്കും. ഇവിടെ നാരങ്ങയൊന്നും അല്ലേ ഇത്? നാരങ്ങ ഭയങ്കര വില. പിന്നെ തന്നെ ഈ വിരലുമ്പോ വെച്ചേക്കണത് അകത്ത് നമ്മൾ തുണി അരച്ചിരുന്ന സ്റ്റാൻഡില്ലേ, അതിന്റെ മേളിൽ 4 ഉണ്ടായിരിക്കുമല്ലോ, അതിൽ 2 എടുത്തു വെച്ചേ. സമാധാനം എടുത്തു വെച്ചേ ഉള്ളൂ. അത് ഈ ഇടയായിട്ട് അപ്പൂപ്പനും കൊച്ചുകളും ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എന്റെ കൊച്ചുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ? എന്തോ ചുറ്റിക്കളിയുണ്ട്. ഒരു ചുറ്റിക്കളിയില്ല. എനിക്ക് 2 പേരെ നല്ല സംശയമുണ്ട്. സംശയം എന്ന് പറഞ്ഞാൽ എന്തിന് ജനശതാബ്ദി ഓട്ടി കളിക്കുന്നു? ജനശതാബ്ദി ഓടിച്ചതല്ല, പിന്നെ ശിവ സംശയോ എന്ന് പറഞ്ഞപ്പോ ഷാ കൂടി പോയിപ്പോ കാറ്റ് മാത്രമായി പോയതോ. അതെ, അപ്പൂപ്പ ഇങ്ങനൊക്കെ പറഞ്ഞാൽ തന്നെ സംശയം ഉണ്ടോ? ഒന്നും മിണ്ടാതിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. കാര്യം നിങ്ങൾ അപ്പൂപ്പനും കൊച്ചുമോളും ആണ്. അതെ, കാര്യം അവളില്ലല്ലോ, അറിയാലോ. അവള് പോയതിനു ശേഷം ഞാൻ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്റെ മോള് കല്യാണപ്രായമായി. അപ്പൊ അതുകൊണ്ട് നല്ലൊരു തറവാട്ടിൽ നിന്ന് ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് എന്റെ തീരുമാനം. ഞാൻ ബ്രോക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആള് വരും നല്ലൊരു ആലോചനയായിട്ട്. അപ്പൊ എന്റെ കൂടെ നിൽക്കണം. അത് തറവാടിത്തം. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം എന്ന് വെച്ചാൽ നിനക്കറിയാലോ? അറിയാം. ഞാൻ ഒരു പെണ്ണിനെ ചാടിച്ചുകൊണ്ട് വന്നു, നീ നിന്റെ പെണ്ണും പിള്ളേരെ ചാടിച്ചുകൊണ്ട് വന്നു. സ്വാഭാവികമായിട്ടും ഇവള് ചാടിപ്പോണം, എന്നാലാണ് നമ്മുടെ തറവാടിന്റെ പേര് ലോകം മൊത്തം പരക്കോളൂ. നിനക്കറിയാമോ, നമ്മുടെ ഈ വീടിന്റെ ബാക്കിലെ മതില് ഇങ്ങനെ ചെരിച്ച് പണിത് വെച്ചേക്കണത് അവരുടെ തലയ്ക്ക് ഓളായിട്ടല്ല. പിന്നെ അത് വെറും മതിലുമല്ല, പിന്നെ അത് പാരമ്പര്യ മതിലാ. നമ്മുടെ കാരണന്മാരുമായിട്ട് ഒളിച്ചോടി ചാടിപ്പോയിക്കൊണ്ടിരുന്നത് ആ മതിൽ വഴിയാണ്. ആ മതിൽ ഞാൻ പൊക്കി കെട്ടിക്കോളാം. ഞാൻ പറയുന്നു, എവിടെ അന്തസ്സുള്ള നല്ലൊരു കുടുംബത്തിലെ ഞാൻ കെട്ടിച്ച് വിടൂ. മതി. പിന്നെ പറഞ്ഞില്ല എടുത്തില്ല എന്ന് പറയരുത്. ഇല്ല. അതുപോലെ നിന്റെ അടുത്തൊരു കാര്യം, നിനക്ക് മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലുണ്ടോന്ന് ചോദിച്ചാ മനസ്സിലിരിക്കേ ഉള്ളൂ. ഞാനൊരു നല്ല ആലോചന കൊണ്ടുവരും, അതും കെട്ടിയാൽ